ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളിപ്പോൾ ഉള്ള സ്ഥലത്തിന്റെ പേരാണ് സ്ഥലം. നമ്മളങ്ങനെ വണ്ടി നിർത്തി, നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിന്റെ പേര് ഞാൻ പറയാം. ഞങ്ങൾ ഇവിടെയുള്ള ഒരു ഗ്രാമമുഖ്യനായിട്ട് ടൈപ്പാണ്, ഫുൾ ടൈപ്പാണ്. അതായത് നമ്മൾ ഏതൊരു ഗ്രാമത്തിൽ ഇങ്ങോട്ടൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ആൾക്കാരെല്ലാം വന്ന് നോക്കും. അത് കഴിഞ്ഞ് ഇവരൊന്ന് ഉൾവലി എല്ലാവരും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഗ്രാമമുഖ്യം വന്ന് നമ്മളോട് സംസാരിക്കും. നമ്മുടെ അടുത്ത് പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എടുക്കും. പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അടുത്ത് വരും. നമുക്ക് ഗൈസ് നോക്കൂ, നമ്മുടെ വണ്ടി ഇട്ടാക്കുന്ന സ്ഥലം, നമ്മൾ വന്ന സ്ഥലം ഇച്ചിരി കട്ടറൊക്കെ നിറഞ്ഞാണ്. ഇവിടെയൊക്കെ പഴയ ടൈപ്പ് വീടുകൾ, ഈ കാണുന്ന ഇവിടെയൊക്കെ വീടുകൾ, എന്തൊക്കെയോ വ്യവസായങ്ങൾ, സംഭവം. നമ്മളിപ്പോൾ പോകുന്ന ഒരു ഗ്രാമമുഖ്യൻ്റെ വീട്ടിലേക്കാണ്. അതിന് മുന്നായിട്ട് ഈ കാണുന്നൊക്കെ ഉണ്ടല്ലോ ഗ്രാമത്തിലെ ബക്കറികളെ താമസിപ്പിക്കുന്നത്. അതായത് ആടിന്റെ ബക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആട്, അങ്ങനെ പശു, അങ്ങനെയുള്ള സാധനങ്ങളെ താമസിക്കുന്ന ഒരു സ്ഥലമാണിത്. എന്തിനാണെന്നറിയാം, ഇത് പൊക്കി ഇത് കെട്ടുന്നത് കാട്ടു മൃഗങ്ങൾ ഉണ്ടാവൂല ഇവിടെ. അപ്പൊ അതിനെ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഇവര് പൊക്കത്തിൽ വീട് പണിയുന്നത്. പന്നിക്കൂടും ഉണ്ട് കേട്ടോടാ, കണ്ടമാനം പന്നികളും ഉണ്ട്. ഇതാണ് ഗ്രാമമുഖ്യന്റെ വീട്. അപ്പൊ ഈ കാണുന്ന ഗ്രാമമുഖ്യന്റെ വീട്ടിലേക്ക് ഞങ്ങൾ സഞ്ചരിക്കാം കേട്ടോ. ഈ വീടും ഇതിന്റെ വേലിയും സംഭവങ്ങളൊക്കെ ഉണ്ടോ, പക്ക ഛത്തീസ്ഗഡ് ഗ്രാമം കേട്ടോ. പക്ക ഗ്രാമം എന്ന് വെച്ചാൽ ഡീപ്പ് വില്ലേജ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് ഡീപ്പ് വില്ലേജ്. അതായത് ഇവിടെ കറണ്ട് ഉണ്ടായാലും ഇവര് സോളാറിൽ നിന്നാണ് കറണ്ട്. ഓരോ 10 കിലോമീറ്ററിലും CRPFന്റെ എന്തുണ്ട് ക്യാമ്പുണ്ട്. അതീവ സുരക്ഷ ഒരു ഗ്രാമം കേട്ടോ. ഇപ്പൊ നമ്മൾ വഴി തെറ്റി കയറി വന്നുകൊണ്ടാണ് ഇവർ സമ്മതിച്ചാക്കുന്നില്ല കേട്ടല്ലോ. നമ്മുടെ നിക്കർ ഊരിക്കൊണ്ട് പോകും, പിന്നെ ചോദ്യം ചെയ്യലും പരിപാടിയൊക്കെ ആയിരിക്കും. ഇതാണ് ഗ്രാമമുഖ്യൻ്റെ വീട്. ഗ്രാമമുഖ്യൻ്റെ ഫ്രണ്ടിൽ തന്നെ വലിയൊരു പുളിയാണ്. എന്നാ തണുപ്പാന്ന് നോക്കിയേ, നല്ല കീടിലിനൊരു വീട്. ഹായ് ഹായ് ഗൈസ് നോക്കി, ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാരാട്ടോ. ആപ്കാ ബേട്ടാ ബേട്ടാ ആപ്കാ കാറേ. ഗൈസ് നോക്കൂ, ഇതാണ് പുള്ളിക്കാരൻ്റെ വീട്. അപ്പം ഈ വീട് 59 എന്നുള്ളതാണ് ഇവരുടെ നമ്പർ. ഇതുണ്ട്, എല്ലാ വീടിൻ്റെ മേളിലും ഇതേപോലെ സോളാർ ഉണ്ടാവും. ഇതാണ് വീടിൻ്റെ ബേക്ക് വശം കേട്ടോ. ഇതാ കൊച്ചിനെ കെട്ടാനുള്ള തൊട്ടില്, അതുപോലുള്ള സംവിധാനങ്ങൾ, കാര്യങ്ങൾ. ഒരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലായിടത്തും ഇതേപോലത്തെ പനി ഉണ്ടാവും. എന്ത് ഇതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്, ഇത് നമ്മുടെ കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കുന്ന പനിയാണെന്ന് തോന്നുന്നത് അല്ലേ? ഇവനെ എന്നാ തണുപ്പാ അല്ലേ? അതെ, ഇവിടുന്ന് ഇങ്ങോട്ട് വേറെ വീട്ടിലേക്കുള്ള പോകുന്ന വഴി കണ്ടോടാ. ഇത് നോക്കിയേ, ഇതെല്ലാം വിറക. ഇത് എല്ലായിടത്തും പന്നിയാ മെയിൻ. എന്ത് തണുപ്പാന്ന് നോക്കി. ഇതുണ്ടോ വിറക്, ഇതുണ്ട് വേറെ വീട്ടിലേക്ക് കയറി പോകുന്ന വഴികളാ. ഇതേ നമ്മള് ദുബായിലൊക്കെ പോയിട്ട് അവിടുത്തെ ഇതില്ലേ അതിനെന്നെ പറയുക, ദുബായിലെ ഒരു മറ്റേ സംഭവം അറിയാതെ എന്നതിന് പറയുക എന്നാ, അതായത് അവര് മറ്റേ താമസിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിയൊക്കെ വരുന്നത് ഫാം ഹൗസ്. ഫാം ഹൗസ് പോലെ തന്നെ. ഇതേ ഈ മണിത്തറവ് നമുക്കിട്ട് പണി തരും കേട്ടോ. മറ്റേ ആത്തച്ചക്ക പോലത്തെ. ഗൈസ് നമുക്ക് ഗ്രാമമുഖ്യൻ്റെ അടുത്തോട്ട് പോകാം. ഇത് മണിത്തറവുണ്ടേ നോക്കണേ. നമ്മൾ ഗ്രാമമുഖ്യൻ്റെ അടുത്തോട്ട് പോവാണ്. ഗ്രാമമുഖ്യൻ ഈ കാണുന്ന തൊട്ടിവിടെയാണ് ഗ്രാമമുഖ്യനുള്ളത്. അപ്പം നമുക്ക് ഗ്രാമമുഖ്യനെ പരിചയപ്പെടാം. ഗൈസ് ഇദ്ദേഹമാണ് ഗ്രാമമുഖ്യൻ. आपका नाम क्या है? രവാസോണ എന്നാണ് പുള്ളിയുടെ പേര്. അതായത് ഈ ഗ്രാമം മൊത്തം പുള്ളിക്കാരൻ്റെ അണ്ടറിലാണ് ഉള്ളത്. അതായത് പുള്ളിയുടെ അണ്ടറിലാണ് ഈ ഗ്രാമം മൊത്തം. അപ്പോൾ പുള്ളിക്കാരനാണ് നമ്മളോട് വന്ന് സംസാരിക്കുക. നമ്മളൊരു ഗ്രാമത്തിൽ വരുന്നത് പുള്ളിയാണ് നമ്മളോട് വന്ന് അട്രാക്റ്റും അതുപോലെ മിംഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാറ്. പുള്ളിയുടെ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ പുള്ളിക്ക് आपका कितना बेटा है? हमारा लड़का 2 लड़का 3 लड़की है. 2 लड़का 3 लड़की है. लेकिन नाती सार है. सार है. स्कूल में. हाँ दोनों तो स्कूल में जा रहा हूँ. स्कूल में जाएगा. ये क्या है? ये क्या बोलेगा? एक क्या बोलेगा आपका? ये एरिया रेस्ट एरिया. वो उधर क्या है? उधर वही तो മാർ പോലത്തെ. അച്ഛാ ഗൈസ്, ഇവരുടെ വീട് ഒരു പ്രത്യേക സെറ്റ് വീടാട്ടോ. ഇത് കണ്ടോ, ഈ വീടിൻ്റെ ഉള്ളിൽ 59, ഞാൻ നേരത്തെ കൂടെ പറഞ്ഞു. ഈ വീട് ഇങ്ങനെ നമ്മുടെയൊക്കെ പഴയ തറവാട് പോലെ ഉണ്ടല്ലോ. ഇപ്പം ഇത് കുമ്പളങ്ങ, കണ്ണ് കിട്ടായിരിക്കാനുള്ള കുമ്പളങ്ങ, ഇത് വീശാനുള്ള വല. ഇതൊക്കെ നമ്മൾ വണ്ടി വെക്കുമ്പോൾ എല്ലാവരും തെറി, പക്ഷെ ഇതൊക്കെ വേണം കണ്ണ് കിട്ടായിരിക്കാൻ. ഇതാണ് ഇവരുടെ കിച്ചൺ, ഇവരുടെ കേത്തി, അതായത് ഇവരുടെ കൃഷി ചെയ്യുന്ന സംഭവം. ഇവിടെയൊക്കെ പന്നികളെയും സംഭവങ്ങളൊക്കെ കാണട്ടോ. അതായത് ചെറിയ ചെറിയ കറുത്ത നിറത്തിലുള്ള പന്നിക്കുട്ടന്മാരെ കാണാം. പുള്ളിക്കാരൻ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. ആ മനുഷ്യനുള്ളതാണ് നമുക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ജഗ നാം ക്യാ ഹൈ? സലാത്തോൺ എന്ന് പറഞ്ഞ ജഗയാണ്. ഇതർക്കാ മെയിൻ ടൗൺ കിധർ ഹൈ? മെയിൻ ടൗൺ वो बड़ा टाउन सिटी उधर नेपाल सुगमा. हाँ सुगमा. वो आपका बड़ा सिटी और सामान परचेस और सेल उधर ही है ना? हाँ उधर ही.
അച്ഛാ ഓക്കെ താങ്ക് യു മീറ്റ് അഗൈൻ ഗൈസ് നമുക്ക് പുള്ളിനെ കണ്ട് നമ്മൾ സംസാരിച്ചു അപ്പോൾ നമ്മൾ നേരെ പുറത്തോട്ട് പോകാം ഖാനാ കേ ലിയേ ജായേഗാ ഓക്കെ ഏ ക്യാ ഹേ ഏ ഹോൾ ക്യാ ഹേ मंदिर മാങ്ങാണ്ടി ഒക്കെ എടുത്ത് വിത്ത് എടുത്തൊക്കെ സ്ഥലം ഇത് ഏ ക്യാ ഹേ ये आम का है, आम का पेड़। മാംഗോ മാംഗോ വിത്ത് എടുത്തൊക്കെ സ്ഥലം ആ മനസ്സിലായി ഇത് ഇവിടെയൊക്കെ പല സൈസ് സാധനങ്ങൾ പന്നിയിറച്ചി ഉണക്കാൻ വേണ്ടി വെച്ചാക്കുന്നതാ പന്നിയിറച്ചി ഓ ബക്രിയാണോ ना वो बकरी है। ബക്രിയേ हाँ। ഓ ബക്രിയുടെ മീറ്റാട്ടോ ഇതേ ആട്ടിറച്ചി അല്ലടാ പന്നിയാടാ ഇതാടാ പന്നി പന്നിക്കൂടെ बास आ रहा है ना। ആ ബാസ് പന്നി ഇതുണ്ട് പന്നി മീറ്റ് ഇവിടെ തിന്നതിന്റെ ബാക്കി ഇവർ ഉണക്കാൻ വേണ്ടി വെച്ചേക്കുന്നുണ്ട് अच्छा है ना അച്ഛേ इधर इधर छत्तीसगढ़ में ज्यादा आदमी खाएगा हाँ वो हैं? हाँ वो ज्यादा ओ। खाएगा, बकरी विलेज में खाएगा और टाउन में खाएगा बकरी नहीं, इधर ही आंध्रा में खाएगा, इधर भी खाएगा ना, इधर भी बहुत खाएगा ओ अच्छा बकरी। वो क्या बोलेगा किसको? ये क्या है क्या मीट है ये वाला वो बकरी का। बकरी का बकरी का। गोश्त का है बकरी का है हाँ बकरी का है। बकरी का हाँ ഓക്കെ നമുക്ക് പോടാ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോട്ടോ हाँ ये थोड़ा मिलेगा मेरा पापा पूछेगा ये हाँ और ले जाना। ये वाला हाँ ए कौन सा वाला ये वाला करी पत्थर हाँ करी पत्थर ഇതർ കറി പപ്പ हाँ करी पापा। इधर करी पप्पा बोलेगा ना കറി പപ്പ अब എടുത്താ പറിച്ചോളാൻ പറഞ്ഞു ഇതിലേ കറിക്കോ ले जाओ ले जाओ। ए मैं केरला है ना हाँ। केरला का सब्जी बनाने के लिए पूरा में ये डालेगा इधर डालेगा इधर भी थोड़ा थोड़ा इन लोग अच्छा ज्यादा नहीं डालेगा, थोड़ा अच्छा। थोड़ा। ले जाओ। ആ ഗൈസ് നോക്ക് നമ്മളോട് പറിച്ചോളം പറഞ്ഞു പപ്പേ പറിച്ചോ പപ്പേ നമുക്കേ ആ സാധനം എന്തെങ്കിലും പറിച്ചെടുക്കാം ഇവിടെയൊക്കെ ഉണ്ടല്ലോ പല സൈസ് കൂടുകളും സംഭവങ്ങളൊക്കെ ഉണ്ട് വേണം നമുക്കത് പോയി കാണാമായിരുന്നു കേട്ടോ നമുക്കൊന്ന് പോയി കണ്ടാലോ ആ ബാ നമുക്കത് പോയി നോക്കാമല്ലോ കൂട്ടാം അടുത്ത വീടിൻ്റെ ഫ്രണ്ടിലെത്തിട്ടോ നല്ല കിഡിലും തനതാക്കിരാം ഇതേ കിച്ചണാ കിച്ചൺ എവിടെ കച്ചി കൊണ്ടുണ്ടാക്കിയ കിച്ചൺ ഇതേ ആ പുകയും സംഭവങ്ങളൊക്കെ ഉണ്ട് കിച്ചണാട്ടോ ഒരു സെപ്പറേറ്റ് കിച്ചൺ ഇതാ വീട് നമുക്കേ ഇവിടെ ഒന്നിൻ്റെ സൈക്കിളൊക്കെ ഉണ്ട് അങ്കിളിനോട് ആ ഹലോ നമസ്തേ ആ നമസ്തേ ആ ഗൈസ് നോക്കൂ आपका नाम क्या है നെയിം ആ ഗൈസ് നോക്കൂ ഇത് പുള്ളിയുടെ കിച്ചൺ ഖാന ബനാക്ക ഏരിയനാ ആ ഗൈസ് ഇത് കണ്ടോ ഇത് ഇവരുടെ കിച്ചൺ ആട്ടോ ഇത് പൂരവനെ ആ ഇത് കണ്ടോ ചെരുപ്പ് ഇവിടെ ഊരി എടാ ഇങ്ങ് വന്നേടാ ഇത് ഉരല് കുത്തുന്ന സാധനം ഇത് ഉരല് കുത്തുന്ന സാധനം ഇതാ കിച്ചൺ കിച്ചൺ ആ അത് തന്നെ അത് തന്നെ क्या है क्या है കേര കേര तेल बनेगा ना ആ തേയില പാം ഓയിൽ തേൽ ബനാക്കിയല്ലേ പാം ഓയിൽ പാമോയില ഇത് പാം ഓയിൽ അതെ 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 ഏ വാലക്കായ അതിന്റെ തന്നെ അത് തന്നെ പാം ഓയിൽ കേട്ടോ ഇത് കണ്ടോ വേറെ കാര്യം ഉണ്ടോ ആ. ഇതിനകത്ത് കേറുന്നുണ്ടോ പനേന്റെ അകത്ത് കേറുന്ന സാധനം ഇതുണ്ടോ കത്തി കണ്ടോ കത്തി കിതർ രക്കേക്കാ ഇതർ രക്കേക്കാ ആ ഇത് കണ്ടോ ഇത് ഇങ്ങനെ വെച്ചിട്ട് പന കൊത്തുന്ന സാധനം ഇനി കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ട് വേറെ കത്തി എടുത്തിട്ട് ആ സാധനം നിന്നോട് തിരിച്ചു വന്നു ലാസ്റ്റിനെ കള്ളാന്ന് വിളിക്കും. ഇതറിയാനാ ഓ ഗൈസ് സംഭവം കൊള്ളാം കേട്ടോ മലയാളം പറയുന്നു ഗൈസ് മേ കേരള का आदमी है കേരള ഗൈസ് ഈ കാണുന്ന ഇവിടെ ഫുള്ള് പനയോലയുടെ സംഭവങ്ങൾ നോക്കിയേ പനയോല അല്ലല്ലോ ഇത് പാമോയിൽ പാമോയില് പാമോയില് हाँ ये ना भैया एक के लिए ना ये तेल तेल ए ना हाँ അതന്നെ ഏ സാധനത്തിന് तेल तीन दिन കഴിച്ച് ഇത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ പാമോയിൽ ഉണ്ടാക്കുന്ന പനക്കുരു ഇതാന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട് ഇത് പുള്ളിയുടെ വീടാട്ടാ എന്താ രസം എന്താ ഫീലിംഗ് ലിബിനെ ഇന്തോനേഷ്യയിൽ എവിടെയോ നമ്മൾ ചെന്ന് കണ്ട ഫീലിംഗ് നോക്കിയാൽ ഇന്തോനേഷ്യ വല്ലാണ്ട് ടൂറിസ്റ്റ് സ്പോട്ട് ആക്കിയാണ് ഇവന് വേറെ ഒന്നും ശ്രദ്ധിക്കണം ഈ സൈക്കിൾ വെച്ച് വീട് നോക്കിയേ ഇത് ബാറ്ററി ചാർജ് ആകുന്ന ഒരു സോളാറ് ഇത് നോക്കി സൈക്കിളിന് സൈക്കിൾ വേണ്ടി വെക്കാൻ വേണ്ടി ചെറിയൊരു വീട് വെച്ചാൽ സൈക്കിൾ അതുപോലെ തന്നെ ബക്രിക്കായേ ബക്രി ആ ബക്രിക്ക എന്നെ സന്തോഷം നോക്കി അവർക്ക് ഇത് 58 നമ്പർ വീടാണ് നോക്കി എത്ര വാതിലുണ്ടെന്ന് നോക്കിയേ 1 2 3 എല്ലായിടത്തും കറണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല സെറ്റപ്പ് അതെ അവിടെ ഉണ്ടല്ലോ അവിടെയും കിച്ചൺ ഉണ്ട് കേട്ടോ ഇതാ അവിടെയും കിച്ചണും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വലിപ്പമുള്ള വീട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഗ്രാമത്തിലെ ടോപ്പ് നമ്പറും വീടായിരിക്കും അല്ലേ എന്ത് ഭംഗിയാണ് കാണാൻ ആ ഇതേ അത് ശരിയാക്കുന്നു ഓ ഇതാ പനക്കുരു തന്നെ ഇതാ ആ അതാ ഇതേ എൻ്റെ പൊന്നെ ക്യാ പോലേക്കാ ഗാഡ ആ ഇങ്ങ് വന്നേ ഇതേ ഈ കാണുന്ന സാധനം പനക്കുരു ഈ പനക്കുരു കട്ടിയിട്ട് ഇതേപോലെ സാധനം ആക്കിയെടുക്കും എന്നിട്ട് എന്ത് ചെയ്യും ഏകദേശം ഞാൻ പറയട്ടെ നമ്മുടെ കാഷ്യൂനറ്റ് ഇല്ലേ ആ. അതേപോലെ തന്നെ ഇടിച്ചിടിച്ചിടിച്ചാണ് ഇതിനകത്ത് അതെ പരിപ്പ് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചു ഇതുണ്ടോ കല്ലിനടിക്കുന്നു नहीं तीन दिन ആ ഗൈസ് കല്ലിനടിച്ച് വൃത്തിയാക്കി എടുക്കുന്നു എന്നിട്ട് ഇതേപോലെ ആക്കിയിടുന്നു ഇങ്ങോട്ട് നോക്കിയേ കറക്റ്റ് ഇങ്ങോട്ട് നോക്കിയേ ഇതാ അടിക്കുന്നു
രണ്ടായിട്ട് വിഭജിക്കുന്നു. അടിപൊളി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഇതേപോലെ മാറ്റി ഇതിലേക്ക് ഇടുന്നു. ബോലേക കേരള ലാംഗ്വേജ്. അവിടെ ഇവർ ഭക്ഷണം കഴിക്കുന്നൊക്കെ ഇലയിലാട്ടോ. അതാ അവിടെ എല്ലാ സംഭവങ്ങളും ചെമ്പരത്തി സംഭവങ്ങളെല്ലാം. पूरा आपका नेम नाम എബിൻ. എടാ അമിത്, അതായത് ലിബിനെ, ചേട്ടൻ്റെ പേര് റവ കേശ എന്നാട്ടോ. റവ കേശ. മേരാ എബിൻ. റവ കേശ. आपका മമ്മ. നോക്കിയാൽ ട്രഡീഷണൽ ഡ്രസ്സിൽ കാതയിലും മുഖത്തൊക്കെ പ്രത്യേക സംഭവങ്ങളൊക്കെ ആയിട്ട്. നമസ്തേ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മൾ വണ്ടിയെ കയറി. നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോകണം. സാമ്പാറുണ്ട്, മോരുണ്ട്, മീൻ വറുത്തുണ്ട്, പിന്നെ ഇച്ചിരി ഇന്നലെ പന്നി മേടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഇച്ചിരി ബാക്കിയുണ്ട്. ഇതാണോ? ഓക്കെ. ഇന്നത്തെ സാമ്പാർ വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് ഇന്ന് സാമ്പാർ, കഷ്ണം മീൻ വറുത്തത്. അത്യാവശ്യം ഗ്രാമത്തിലുള്ള എല്ലാവരും ഇപ്പോൾ വണ്ടി എടുത്തതല്ലേ. മൈക്കിൾ കഴിക്കുന്നുണ്ടോ അഭിരാമി? അച്ചാറും കിട്ടിയില്ല. അച്ചാറുണ്ട്, മേടിച്ചു പോയല്ലോടാ. ഇന്നലെ ഞാനും അഭിരാമിയും കൂടി ഉണ്ടാക്കിയ അച്ചാറാ. എന്ത്? ഇതാ ബീട്രൂട്ട് അച്ചാർ വണ്ടിയിൽ ഉണ്ടാക്കിയത് ഗൈസ്. അപ്പം നമ്മുടെ ബീട്രൂട്ട് അച്ചാറും സാമ്പാറും കുറച്ച് പന്നിയിറച്ചിയും പിന്നെ ഈ കാണുന്ന കഷ്ണം മീനും കൂടെ കൂട്ടി നമ്മളൊരു ഊണ് കഴിക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കുന്നു. ഈ ബീട്രൂട്ട് അച്ചാർ നമ്മൾ മുളക് പൊടി ഇട്ട് മാത്രം ഉണ്ടാക്കി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മസാലപ്പൊടി ഇല്ലാത്തതുകൊണ്ട്. പപ്പ എടുത്തോ? പപ്പ എടുത്തു, മമ്മി എടുക്കുന്നു, അഭിരാമി ഇതാ ഈ സൈഡിൽ ഇങ്ങോട്ട് നോക്കിയേ. ഇതാ ഇവിടെ അഭിരാമി ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടെ കൂടി ഇതിട്ടാ. ഞാൻ എൻ്റെ സീറ്റിൽ ഞാൻ പിടിച്ചു. എൻ്റെ സീറ്റ് ഞാൻ പിടിക്കട്ടെ. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മളങ്ങനെ ഭക്ഷണം കഴിച്ച് നമ്മളങ്ങനെ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്നു. ഇനിയിപ്പോൾ എൻ്റെ ഭാര്യയായ അഭിരാമിയാണ് ഓടിക്കുന്നത്. അതിനുശേഷം എൻ്റെ അനിയനായ ലിബിനാണ് ഓടിക്കുന്നത് വാഹനം. ഓഫ് റോഡ് കിങ്. ഗൈസ് ഞാൻ ഇവളോട് നേരത്തെ പറഞ്ഞു അഭിരാമി സൂക്ഷിച്ച് ഓടിക്കണം, ശ്രദ്ധിച്ച് ഓടിക്കണം, ടയർ പാഡിന് ഓടിക്കണമെന്ന്. അവളത് കേട്ടില്ല. ഇത് നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കിയേ. എൻ്റെ ഒരു ഇൻഡിക്കേറ്ററും എൻ്റെ ഈ സൈഡും പോയി. ഇനി അത് സ്ക്രൂ അടിച്ച് ലെവലാക്കണം. അപ്പോൾ അഭിരാമി വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ഇവിടുന്ന് അപ്രോക്സിമേറ്റ് 35 കിലോമീറ്റർ കഴിഞ്ഞാൽ എണ്ണ കിട്ടത്തുള്ളൂ. ആ എണ്ണ കിട്ടുന്നതോടെ കാരണം എന്നത് ഇപ്പോഴും പറയാം പറയുന്നത് കേൾക്കൂല. അതൊരു ടയർ പാട് കണ്ടിട്ട് അതിലങ്ങ് ഓടിക്കുക. നേരത്തെ നമ്മൾ ടയർ പാട് സെക്കൻഡിൽ പോകുള്ളൂ. ടയർ പാട് തെറ്റിച്ചിട്ടാണ് നേരത്തെ നമുക്ക് ഇടിയിട്ടത്. ടയർ പാടിലങ്ങ് അത് കഴിഞ്ഞ് നീ ആട്ടോ. അതായത് നമുക്ക് ടോട്ടൽ 85 കിലോമീറ്റർ ആണ് ഒരു നല്ല റോഡിലേക്ക്. 35 കഴിയുമ്പോൾ മുതൽ അത്യാവശ്യം നല്ല പെട്രോൾ പമ്പും നല്ല ഹൈവേയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഞങ്ങൾ കയറാൻ വേണ്ടി പോവാണ്. എൻ്റെ എംഎച്ച് നമ്മളെ രക്ഷിച്ചല്ലേ? അതെ, ഈ റൂട്ടിൽ രക്ഷിച്ചല്ല, ചതിച്ചു. ഫസ്റ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ആൻഡ്രോയ്ക്ക് നീ താത്ത് എ സിയുടെ ഒന്ന് മേലത്തെ ഒന്ന് വലിച്ചേ, ഒന്ന് അടിയിലൊന്ന് വലിച്ചേ, രണ്ടല്ല ഒന്ന്. ഓക്കെ പൊക്കോ. പെതിയെ എടുക്കണേ. പെതിയെ കാലും കൊടുക്കുക, കാലും കൊടുക്കുക. എടുത്തെടുത്തു നിനക്ക് കിട്ടും. കണ്ടോ നീങ്ങുന്നുണ്ടോ? പെതിയെ കാലും കൊടുത്തെടുത്താൽ മതി. കണ്ട കിട്ടി. അതായത് നീ ഇങ്ങോട്ട് നോക്കിക്കേ. അതിനനുസരിച്ച് കൊച്ചു കരട് എന്നാ കാന്താരി ഗീർ മാറ്റുന്നേ. ഗീർ മാറ്റിയല്ലേ ഗൈസ് നോക്കൂ. ആ ഗീർ തന്നെ പോട്ടെ. മൂവ് ആക്കിയിട്ട് ഗൈസ് ഇവിടെ ഭയങ്കര കുസൃതിയാ. പിന്നെ അഭിരാമി ഗീർ മാറ്റുന്നുണ്ടല്ലോ, അവന്റെ ഗീർ അത് ആണ് മൈക്കിളെ. രാവിലെ പോലെ ഭയങ്കര കുറുമ്പായിരുന്നു അഭിരാമി. അങ്ങനെ അത്യാവശ്യം കുഴപ്പമില്ല. ആട്ട് കൊടുക്കും. ക്ലച്ച് അത് തന്നെ. അടി നിനക്ക് ഇച്ചിരി ഇത് കയറ്റിയിടണോ സീറ്റ് അഭിരാമി? അല്ല വേണം കയറ്റിയിടാം. ഫൈനലി നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് സത്യം പറയുകയാണ് ഇനി അത്യാവശ്യം കിലോമീറ്റർ ഓടാനുണ്ട്. 35 കിലോമീറ്റർ പെട്രോൾ പമ്പ് കിട്ടും. എന്തായാലും റോഡ് അത്ര നല്ല റോഡൊന്നുമല്ല കേട്ടോ, മോശം റോഡാ അല്ലേ? ഇതിനകത്ത് അഭിരാമി ഓടിച്ചു കഴിഞ്ഞാല് അഭിരാമി കിങ്. പിന്നെ ഓടി തെളിഞ്ഞു. പിന്നെ റോഡിനകത്ത് അഭിരാമിക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതെ, ഈ കാണുന്ന വെറും തല്ലിപ്പള്ളി റോഡാട്ടോ. എന്തൊരു മോശം നോക്കിയ റോഡിന്റെ അവസ്ഥയെ വളരെ ദയനീയം. 2 റോഡുണ്ട്. ഇതിലെ പോകണ്ടേ? അപ്പുറം ഉണ്ട് ഇപ്പുറം ഉണ്ട്. നേരെ 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 നേരെ. എടാ നിർത്തിക്കാ അഭിരാമി, ക്ലച്ച് ഓടിക്കേ.
ഗൈസ് ഫൈനലി അഭിരാമി അങ്ങനെ അത്യാവശ്യം ദുർഘടം പിടിച്ച പാതയിലൊക്കെ ഓടിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള പാതകൾ ഓടിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താവുള്ളൂ, നമുക്ക് ഇങ്ങനെയുള്ള ഈ ദുർഘടം പിടിച്ച പാതകളിൽ കൂടെ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സ്പീരിയൻസ് ആകത്തുള്ളൂ. മെയിൻ റോഡിൽ അങ്ങനെ സിമ്പിൾ ആയിട്ട് വരും. പള്ളിപ്പൊളി റോഡ് തന്നെ. ഇവിടെ എന്ത് ചെയ്യും? വിട്ടോ പെതിയെ കാല് ഓർ കൊടുക്കില്ല, കാല് കൊടുക്കില്ല, ഇനി കൊടുക്കുക പെതിയെ ബ്രേക്ക് കാല് വിട്ട് നിന്നെ കൊണ്ട് സാധിക്കും. അങ്ങോട്ട് നിന്റെ സൈഡിലോട്ട് പിടി, നിന്റെ സൈഡിലോട്ട് പിടി. അവരെ ഇങ്ങോട്ട് പോകില്ല, നിന്റെ സൈഡിൽ പിടി. ഓവർ അലമ്പാക്കല്ലേ ഗൈസ്. നോക്കൂ, കണ്ടോ കറക്റ്റ്. ഇനി അങ്ങോട്ട് പോട്ടെ, അങ്ങോട്ട് പോട്ടെ. യെസ് കറക്റ്റ്. നമുക്ക് നല്ല രീതിയിൽ ഒരു റോഡ് കടക്കാൻ പറ്റി. അഭിരാമിക്ക് 100-ൽ 2 മാർക്ക് കിട്ടിയിരിക്കും. അതല്ല ഗൈസ്, അഭിരാമി ഏകദേശം ഓക്കെ കേട്ടോ, അത്യാവശ്യം ഓടിക്കാനൊക്കെ പറ്റും. നീ ഈ സൈഡ് പിടിച്ച് ഓടിക്കണം, ആ സൈഡല്ല. ഇപ്പം വണ്ടി ഒന്നും വരുമൊന്നുമില്ല, വരുവാണെങ്കിൽ 1-2 ബൈക്കൊക്കെ വരത്തുള്ളൂ. അത് വണ്ടി വന്നാലും നമുക്ക് നിർത്തി തരൂലേ? പിന്നെ അവരും പോകും നമ്മളും പോകുന്ന അല്ല, ഒരാൾ നിർത്തി തരും. അത്യാവശ്യം ഈ റോഡ് കഴിഞ്ഞതിന് മാത്രം നീച്ച സ്പീഡ് എടുത്താൽ മതി. ഈ റോഡ് ഇച്ചിരി മോശമാണ്. ഇത് ഇന്നലെ മറ്റേ ദിവിച്ചേട്ടന് കിട്ടിയ പോലെ ഇരിക്കില്ല. അഭിരാമിക്ക് അഴുക്ക് റോഡും എനിക്ക് നല്ല റോഡും കിട്ടും. ചില ആൾക്കാരെ വളയുമ്പോ ഇതാണോ ഭാഗ്യാന്നോ പറയുന്നത്. ആ വളവ് വളച്ചെടുക്കണം കേട്ടോ, അപ്പുറത്തെ സൈഡിൽ കൂടെ എടുത്താൽ മതി അഭിരാമി. ഫൈനലി നമ്മളങ്ങനെ അത്യാവശ്യം ഒരു നല്ല ടേണിങ് കൂടിയ വഴിയിലേക്ക് നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇച്ചിരി മോശം റോഡാട്ടോ, ശ്രദ്ധിക്കണേ. മിക്കവാറും അഭിരാമി എൻ്റെ സൈഡിലോട്ട് വണ്ടി ശരിയാ ചാൻസ് ഉണ്ട് കേട്ടോ. ഒന്നും പേടിക്കരുത് കേട്ടോ, ഒന്നും വന്നാലും സ്റ്റിയറിംഗ് കൈയും വിട്ടാക്കരുത്, ഒന്നും പേടിക്കുകയും ചെയ്യരുത്. നേരത്തെ എങ്ങനെയായിരുന്നു ഇത്? സത്യം ഭയങ്കര മോശം റോഡായിരിക്കും നേരത്തെ. മഴ പെയ്താലാന്ന് ഇതൊക്കെ മോശമായി മാറും. മഴ പെയ്താൽ അത്ര തിരിക്കണ്ട, കുറച്ചപ്പുറത്തോട്ട് എന്റെ തിരി. അങ്ങനെയൊന്നും വിടരുത് കേട്ടോ വണ്ടി. അത്ര തിരിക്കണ്ട. കൊടുക്ക. ഇങ്ങനെയുള്ള റോഡിൽ കൂടെ ഒക്കെ നിങ്ങൾ ഓടിച്ച് പഠിച്ചാണല്ലോ, പിന്നെ നിങ്ങൾക്ക് ഏത് ടറയിനും വിഷയമില്ലാതായി മാറും. എങ്ങനെയുണ്ട്? സ്റ്റിയറിംഗ് ഒന്നും വിടരുത് കേട്ടോ, സ്റ്റിയറിംഗ് ഒന്നും വിടാതെ വേണം ഓടിക്കാൻ വേണ്ടി. കൈസ് അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി അടിക്കാൻ തുടങ്ങി കേട്ടോ, വലിയ കുഴപ്പമില്ല. കേട്ടോ ക്ലച്ച് പിടിച്ച്. ഞാൻ പ്രതീക്ഷിച്ച പോലെ എല്ലാവരും കരുത്താർജിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ പടനായകന്മാരെല്ലാം നമുക്ക് യുദ്ധക്കളത്തിലേക്ക് ഇറക്കി വിടാം. ഈ സൈഡ് കൂട്ടി പിടിക്കണേ. യുദ്ധക്കളത്തിലേക്ക് ഇറക്കിയിട്ട് ഒരു വഴി പോലും ഇല്ലാത്ത വഴിയാണ്. അപ്പം നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമേ ഇല്ല, ഇതൊന്നും റിസ്കേ ഇല്ല. സിമ്പിൾ, ഒന്നും ചെയ്യണ്ട. നീ കാലം കൊടുത്താൽ മതി. സിമ്പിൾ അത് തന്നെ. പൊങ്ങും താഴും വണ്ടി അങ്ങനെ പലതും കാണിക്കും. വേണം ഇച്ചിരി ഇങ്ങോട്ട് കൂട്ടി പിടിക്കും. കൊടുത്തു കാല് കൊടുത്തു. ഈ സൈഡ് വിട്ടവരാമേ. എൻ്റെ പോനെ എന്നെ സൂപ്പറായിട്ട് എടുത്തെന്ന് നോക്കി, ഒരു ടെൻഷനും വേണ്ട കാര്യമില്ല. ഞാൻ കല്ല് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, മനസ്സിലായോ? ഇപ്പൊ ഒന്നും ഇട്ടാക്കല്ലേ. എനിക്ക് തോന്നുന്നു ഒരു 3-4 കൊല്ലം കൊണ്ട് ഇവിടെ നല്ല ഹൈവേ വരും എനിക്ക് തോന്നുന്നത്. വികസനം ആയടാ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ. അല്ലേടാ അമിത നല്ല സെറ്റപ്പ്. നിനക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഈ റോഡ് ഭയങ്കര എന്ത് രസമായിരുന്നു വില്ലേജ് കാണാൻ വേണ്ടി. നമ്മൾ തുടക്കമില്ലേ, തുടക്കത്തിലുള്ള ലുക്കും ആ വീടിന്റെ ഒക്കെ ഭംഗിയും എല്ലാം കൂടെ കാണാൻ എന്ത് രസമാണെന്ന് അറിയാമോ? അല്ലേ? ഗൈസ് എന്തായാലും കാലോട് അത് തന്നെ കണ്ട. ഇത്രേ ഉള്ളൂ സംഭവം, വളരെ സിമ്പിളാ. നീ ദൈവത്തെ ഓർത്ത് ആ സൈഡിലേക്ക് പോകാതിരിക്കുക. നീ ഇങ്ങോട്ട് പിടി. നീ സ്റ്റിയറിംഗ് ലെവലാക്കി പിടിക്കാൻ വരിക. സ്റ്റിയറിംഗ് ഇപ്പൊ കറക്റ്റാ. നിനക്കിപ്പോൾ ഏത് വണ്ടി ഇഷ്ടപ്പെട്ട് ഓടിക്കാൻ? ഗൈസ് എന്തായാലും നമുക്ക് ഇനിയും ഓടാനുണ്ട് കിലോമീറ്ററോളം. മാപ്പ് വെക്കാനുള്ള ഫോണും കൊണ്ട് കൊച്ചു പോയി. രണ്ട് മാപ്പൊന്നുമില്ല, ആകെയുള്ളത് 2 കോപ്പ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ, ഇന്ന് നമ്മളെ 35 കിലോമീറ്റർ നിർത്തുവാണല്ലോ നമ്മൾ രാത്രി ഓടിക്കും. ആദ്യം എണ്ണ അടിക്കണം, ഒരു തുള്ളി എണ്ണ. ഗൈസ് ഒരു തുള്ളി എണ്ണ നമ്മുടെ വണ്ടിയിലില്ല. ഫുൾ എണ്ണ തീരാറായി. എനിക്ക് തോന്നുന്നു ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ കൂടെ ഓടുമോ? അത് കൂടുതൽ ഓടത്തില്ല. ഫോറസ്റ്റിലെ നെല്ല്, ഇത് ഫോറസ്റ്റാ. ഈ ലൈൻ കൂടെ ഇവിടെ പിടി, ഇങ്ങോട്ട് നടുക്കൂടെ, അങ്ങനെ നടുക്കൂടെ ഇങ്ങോട്ട് കരിക്കുക, ഇങ്ങോട്ട് കരിക്കുക. തിരിയടി. കാല് കൊടുക്കുക. അത് തന്നെ. ഇനി ഇതിന്റെ 2ന്റെ നടുക്കൂടെ പോട്ടെ. അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങോട്ട് തിരിക്കുക. അങ്ങനെ ഈ ടയർ ഈ ബൾജ വരട്ടെ. ഇങ്ങോട്ട് തിരി. ഇപ്പുറത്തോട്ട് അങ്ങോട്ട് പോയിട്ട് നമ്മുടെ വണ്ടി നേരത്തെ പൊട്ടിയത് ഇപ്പുറം കൂട്ടി പിടിച്ചായോ? ഇപ്പൊ കട്ടായില്ലേ? 2 വീലിന്റെ നടുക്ക് വെള്ളം വരണേ. വിട്ടോ ഒന്നും നോക്കല്ല. കൊടുത്തോ, കാല് കൊടുത്തു. ഒരു വിഷയമില്ല, കാല് കൊടുത്തോടി. നോ ടെൻഷൻ. കാല് കൊടുത്തു. ഇതൊന്നും വലിയ പ്രശ്നമാക്കണ്ട കേട്ടോ. ഇങ്ങനത്തെ വഴി നിങ്ങൾക്ക് ഓടിക്കാൻ കിട്ടി നിങ്ങളുടെ ഭാഗ്യം കേട്ടോ. സത്യം കേട്ടോ, ഒരു വണ്ടിയിലും ഒന്നുമില്ല. ഒന്നും പേടിക്കാൻ വേണ്ട.
എന്താ സൂപ്പർ വഴി, എന്ത് സൂപ്പർ വഴിയാന്ന് നോക്കിയേ. പിന്നെ പണ്ട് കാലത്ത് 10-25 കൊല്ലം മുന്നേ നമ്മുടെ നാട്ടിൽ ഇതേപോലത്തെ റോഡല്ലായിരുന്നു. ആകെ ഉള്ളത് ഒരു വണ്ടി, എല്ലാവർക്കും ഓടിക്കണം. മറിക്കോ എണീറ്റോ. മോന്റെ അമ്മ വരുന്നുണ്ട്. നൂട്രാ അമ്മ എനിക്ക് അവരാമി പറ്റുന്നത്ര രീതിയിൽ സീറ്റ് സംഘടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അയ്യോ എനിക്ക് വേക്കോട്ടെ. നിന്റെ അമ്മ വന്നു, മോന്റെ അമ്മ ഇതാ. മോന്റെ അമ്മ വന്നു. അല്ല അവൻ അമ്മയ്ക്ക് വേണ്ടിയാ. പൊക്കോ നിനക്ക് ഇനി ഇഷ്ടം പോലെ കിലോമീറ്റർ ഓടിക്കാണ്ട് കേട്ടോ. എന്തോരം വേണേലും ഓടിക്കാം. അതാണ് ഏറ്റവും നല്ലത്. നീ മാറ്റണ്ട. നീ ഇപ്പൊ തൽക്കാലം ഇങ്ങനെ വെച്ച് ഓടിക്കേ. നീ ഇത് സീറ്റ് ഇത്ര വേക്കോട്ടാക്കെ. ഇത് ചേട്ടാ അവിടെ ഞെക്കിച്ചേട്ടാ, അച്ഛനെ ഞെക്കിക്കേ. കേട്ടോ ചെരുപ്പ് മുഖത്തെ എക്സ്പ്രഷനാണ് പൈസ അല്ലേ? മുഖത്തെ എക്സ്പ്രഷനാ പൈസ. അല്ല ലിവിൻ ഇങ്ങനെയാണ് ഫസ്റ്റ്. അത് തന്നെ കാലി കൊടുക്കും. ഇപ്പോഴേ കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നു. ഓവർ കൊടുക്കണ്ട. ഈ സൈഡ് ചേർത്ത് പിടിച്ചോട്ടോ, ഇങ്ങോട്ട് വരേണ്ട. ശ്രദ്ധിച്ചു. നിനക്കിനി അങ്ങോട്ട് നല്ല റോഡാ, അതുകൊണ്ട് അവിടം വരെ എങ്ങനെ ഒന്ന് ഒത്തിച്ചാൽ മതി. അല്ലടി നീ അങ്ങനത്തെ റോഡിൽ കൂടെ പഠിച്ചു കഴിഞ്ഞാലേ നിനക്ക് കാര്യമുള്ളൂ. ലിവിനൊക്കെ ഏകദേശം ആയി. അവർ മാറ്റിക്കോളൂ, നീ നേരെ വെക്കോ. അതോ അവർ മാറ്റിയിരുന്നു എൻ്റെ ക്ലച്ച് പിടിച്ചിട്ട് ഒറ്റ ചവിട്ട് ബ്രേക്ക്. അവൻ്റെ വരവും പൊക്കെ കണ്ടിട്ട് അവൻ മാറ്റുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. മാറ്റുമെന്ന് എനിക്കറിയത്തില്ലേ. ഞാൻ ക്ലച്ചായി കെട്ടിയതിനെ ബ്രേക്ക് വിട്ടാൻ വേണ്ടി. പോട്ടെ വണ്ടി പോട്ടെ. ഓഫ് ലിവിൻ്റെ ഒക്കെ ഒരു ആകാംക്ഷ. ഈ അടുത്തിടെയൊന്നും ലിവിനൊന്നും ഒരു കാര്യത്തിന് ഇത്ര ആകാംക്ഷ. അങ്കിൾ ഇവിടെ ഇരുന്ന് ഉറങ്ങുവാണോ? ഭയങ്കര ഇഷ്ടമായി. അങ്കിൾ ഇവിടെ ഇരുന്ന് ഉറങ്ങുവാണോ? അങ്കിൾ ഇവിടെ ഇരുന്ന് ഉറങ്ങും കേട്ടോ. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഉണ്ടായത് എനിക്ക്. ലിബിയുണ്ടല്ലോ രാവിലെ എനിക്ക് കുളിച്ച് റെഡി ആയി നിൽക്കുക വണ്ടി ഓടിക്കാൻ. ഇത്ര ആത്മാർത്ഥത അവൻ +2-നും മറ്റേ SSLC-ക്കൊന്നും കാണിച്ചിട്ടില്ല. ഈ അടുത്ത കാലത്ത് പല പരിപാടിക്ക് പോയിട്ട് ഇത്ര ആത്മാർത്ഥ കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല അല്ലേ? എന്തോരം ഉന്തി തള്ളിയാന്നറിയാം ഈ ലൈസൻസ് എടുക്കാൻ വേണ്ടി വിട്ടെ. എന്നാ ശരിക്കും അപരാധം ലൈസൻസ് എടുത്തിപ്പിച്ചേ. എന്തോരം കിടന്ന് കഷ്ടപ്പെട്ടെന്നറിയാവോ. എടുക്കൂലായിരുന്നു. ഞാൻ പോയിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഇല്ലേ അവിടുന്ന് പോയിട്ട് തിരിച്ചു വന്നാ. ഗൈസ് എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുക. മമ്മി എന്നാ അമ്മയ്ക്ക് പറയാനുള്ളേ? ഡ്രൈവിംഗ് പഠിച്ചിരിക്കണോ? അമ്മ ഇനിയും കുറച്ചും കൂടെ പതിയെ പറയണ ആരും കേൾക്കൂല. ലിവി വണ്ടി ഓടിക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ അവൻ വണ്ടി ഓടിച്ച് നല്ല സ്വന്തമായിട്ട് വണ്ടി എടുത്ത് പോകാനുള്ള ഹെൽപ്പ് എനർജി ഉണ്ടാവണം. അതെ സത്യമായ കാര്യം. ദീപിച്ചേട്ടൻ പുതിയ ബെലോനെ സ്പോൺസർ ചെയ്ത് എന്നെ ബലാനെ ദീപിച്ചേട്ടനെ പഠിപ്പിച്ച വാട ഇങ്ങനെ ഇരിക്കലടാന്ന് പറഞ്ഞിട്ട് എന്നും കൊണ്ടുപോയിട്ട് അങ്ങാടി 2 റൗണ്ട് ഓടിക്കും. കമ്പനിയുടെ പേരിലും എന്റെ സ്വന്തം പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പെട്ടെന്ന് പഠിച്ചതിൽ കമ്പനിയുടെ നന്ദി. എന്തായാലും നമ്മൾ ഏതാനും ഒരു 10-40-50 കിലോമീറ്റർ നിർത്തും കേട്ടോ. എണ്ണ അടിക്കണം. ഞാൻ ഭയങ്കര കാതികനായിരുന്നു. എന്നാ കഴിവുണ്ടായിരുന്നില്ല. എന്റെ കഴിവെല്ലാം നശിച്ചു പണ്ടല്ലേ അല്ലേ? ഇപ്പം ട്രോഫി കിട്ടാത്തോണ്ട് ഞാൻ കാശ് കൊടുത്ത് മേടിച്ചു വെക്കുക. നീ ഗീർ എന്നോട് പറഞ്ഞിട്ടാണ് നീ ഗീർ മാറ്റോ. നീ എന്നോട് പറഞ്ഞിട്ടാണ് ഗീർ മാറ്റിയത്. പെതിയെ അങ്ങെടുത്തോ. ഗൈസ് നോക്കൂ, ഫൈനലി നല്ല കീടിലും വഴി കിട്ടി കേട്ടോ. നല്ല ഇതെന്നാ കിണറോ നടുക്ക്? ചവിട്ടി വിടറ, ചവിട്ടി വിട്. എടാ ചവിട്ടി വിടറാ ലിവിനെ. അത് തന്നെ ചവിട്ടി അങ്ങ് വിട്. ചവിട്ട്. നിർത്തിക്കോ. താന്നവനെ ഇറങ്ങിക്കോ. ഒരു മിനിറ്റ്, ഒരു പ്രത്യേകം മാറിക്കേ. ഒന്നും വേണ്ട. വൺ ബ്രേക്ക് ഒന്നും വലിക്കണ്ട. നീ ഇറങ്ങിയാ മതി. പോവോ? നീ മാറ്. നീ ഇറങ്ങി ഇങ്ങോട്ട്. ഞാൻ നല്ല വഴിയാക്കി പോയതാ. ചെരുപ്പോട് ഊരിട്ടോ. എന്നിട്ട് തിരിച്ചു വരുമ്പോ എടുക്കാം. ഞാൻ നല്ല വഴിയാക്കി ഓടിയതാ. ഒഴിവാക്കിയിട്ട് ഇത് താഴ്ന്നുള്ള ഉറപ്പല്ലേ? കാര്യല്ല ഇത് താഴൂന്ന് ഉറപ്പല്ലേ? ഇത്രയും കട്ടിക്ക് മണ്ണ് കിടക്കുമല്ലേ? പോയി കൊണ്ടുപോയി പണ്ടാരം.
അണ്ണൻ മാസടാ 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 അണ്ണ മാസടാ നമ്പർ പ്ലേറ്റ് പോയിട്ട് നോക്കിയേ വളഞ്ഞ് കുത്തി കീറിപ്പോയി ഫുള്ള് നശിച്ചു പോയിട്ടോ. നമ്പർ പ്ലേറ്റ് മാറ്റേണ്ടി വരും. എവിടെയാണ് ഒറ്റ ദിവസം കൊണ്ട് നമ്പർ പ്ലേറ്റ് കിട്ടുക? എവിടെയും കിട്ടാൻ സാധ്യതയില്ല. ലിബിന പോട്ടെ പോട്ടെ തുറന്നിട്ടടി. എടാ നീ ഇവിടെ വന്നേ ഫ്രണ്ട് ഒരയോന്ന് നോക്കിയാ. ഫ്രണ്ട് ഇല്ല ഒരയല്ലോ. പോട്ടെ പോട്ടെ എടുക്കട്ടെ. ഭാഗ്യം. ഗ്രാമമാണെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ പോകുന്ന വഴിയൊക്കെ നല്ല കിടിലം വഴികളാട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. എന്ത് രസമാണ് കാണാനെന്നറിയാമോ? നല്ല കിടിലം ഫീലിംഗ് ഉള്ള വഴികൾ. പക്ഷെ വലിയ ടാറൊന്നും ചെയ്ത് അങ്ങനത്തെ വലിയ സെറ്റപ്പ് റോഡല്ല. ഈ പാലത്തിൻ്റെ ടെക്നോളജി കണ്ടിട്ട് ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഇത് കമ്പി ഉണ്ടോയെന്ന് വെച്ചാൽ കമ്പിയുണ്ട്, അടിയിൽ മണ്ണുണ്ടോയെന്ന് വെച്ചാൽ മണ്ണുണ്ട്. ഇതിൻ്റെ അതുകൂടെ വണ്ടിയൊക്കെ പോകുന്ന ഭാഗ്യം എന്ന് പറയാം അല്ലേ? നിങ്ങൾ ഇത് കണ്ടിട്ട് എന്താണ് വിചാരിച്ചത്? ഞാൻ ആദ്യം വിചാരിച്ചു ഇതിന്റെ അകത്ത് അടി വല്ല ഗുഗയോ വല്ല വീടോ വല്ല സെറ്റപ്പ് ചെയ്തായിരിക്കും. പാലത്തിന്റെ അടി മണ്ണില്ല. ഗൈസ് കുറേ നേരം സഞ്ചരിച്ച് ഇവർ ഒരു കൊച്ചു ടൗണിലെത്തി. നോക്കിയേ, ഈ കാണുന്ന ഇത്രയൊക്കെ ഉള്ളു. കുറച്ച് കോഴിക്കടയും കുറച്ച് മരുന്ന് ഷോപ്പും. എത്ര സമയമല്ലേ നമ്മൾ ഓടാൻ തുടങ്ങിയിട്ട്? 150 കിലോമീറ്റർ ഓടിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ കുറച്ച് വെള്ളത്തിന്റെ കട നമുക്ക് വേണം. അതേപോലെ വെള്ളം വേണം. ഇവിടുന്ന് തണുത്തോളം മേടിക്കാം. തണുത്തോളം മതി. അപ്പം മറ്റേ ഇത് വേണമെന്ന് പറഞ്ഞാൽ എന്നാ മറ്റേ ക്യാനായിട്ട് വാങ്ങണമെന്ന് പറഞ്ഞാൽ ഇത് പറയാം എന്താ പൂജാ സംഭവങ്ങളൊക്കെ കേട്ടോ. എണ്ണാണോ? ഇത് പെട്രോൾ അല്ലേ? ഡീസലുണ്ട്. ഭയങ്കര പൈസ ആയിരിക്കും. കേരള കേരള अंदर में बाथरूम बेडरूम वाला पर्सनल गाड़ी है. पर्सनल गाड़ी है. रोड पे चलेगा? रोड में नहीं जाएगा. किस काम के लिए? घूमने के लिए गाड़ी. हाँ भैया ठंडा पानी है ना? 5 ठंडा पानी दे दो 1 लीटर का. ഇവിടെ ഉണ്ടല്ലോ 1 ലിറ്റർ ഡീസലിന് ഞാൻ ഇപ്പോൾ ചോദിച്ചു. ഇതാ ഇവിടെ ഇരിക്കുന്നതാ 120 രൂപ. അത് അടിക്കാതിരിക്കുന്നത് കണക്കാട്ടോ. 50 പൈസയാണ്. നമുക്ക് നിയറസ്റ്റ് പെട്രോൾ പമ്പ് എവിടെയുള്ള ഇത് നമ്മുടെ ആണോ? സത്യം എത്ര നേരം സഞ്ചരിച്ചിട്ട്. നമ്മളങ്ങനെ നിർത്തിയ കടയിലെ ചേട്ടൻ പറഞ്ഞ പ്രകാരം 45 കിലോമീറ്റർ പോയാലേ ഒരു പെട്രോൾ പമ്പ് കിട്ടുള്ളൂ. നമ്മൾ വന്ന വഴിയാന്നേ. ഇത് കണ്ടോ, നമ്മൾ വന്ന വഴിയാന്ന്. നമ്മളിപ്പോൾ വേണ്ട ഒരു 10 കിലോമീറ്റർ തിരിച്ചോട്ട് പോവാം. നമുക്കറിയത്തില്ലല്ലോ, പുള്ളി പറഞ്ഞപ്പോൾ നമുക്കറിയാന്ന്. ഗൈസ് നോക്കൂ, ഫൈനലി അങ്ങനെ ഇത്രയും കിലോമീറ്റർ ഓടിച്ചിട്ടാണ് നമുക്കൊരു HP പെട്രോൾ പമ്പ് കിട്ടിയ. ഒരു ദിവസം മൊത്തം ഇരുന്ന് ഓടിച്ചല്ലേ? യെസ്. ഈ കാണുന്ന സ്ഥലത്തിന്റെ പേര് പറയുകയാണെങ്കിൽ അതല്ല, ഈ സ്ഥലത്തിന്റെ പേര് വ്യത്യാസമുണ്ട്. അതായത് ഇത് ഒഡീഷയും ഛത്തീസ്ഗഡുമായിട്ടുള്ള അതിർത്തി പങ്കിടുന്ന ഒരു ഗ്രാമമാണ്. ദൊറാൻപാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഛത്തീസ്ഗഡിന്റെയും ഒഡീഷയുടെയും അതിർത്തിയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായി. എത്ര കിലോമീറ്റർ ഓടിയിട്ട് എണ്ണ കിട്ടിയ 8 പോയാനാ കേട്ടോ. എന്തായാലും നമുക്ക് പെട്രോൾ ഒരു കാര്യം മനസ്സിലായി, കിട്ടുന്ന അടുത്തുനിന്ന് ഫുൾ അടിക്കുക. അതെ, അവിടെ കിട്ടും ഇവിടെ കിട്ടുന്ന എടുത്തോ. പൈസ നീ പൈസ കൊടുത്തോ. പിന്നെ വാ ഇങ്ങോട്ട് വെച്ചോ. അതായത് നമ്മളങ്ങനെ ആ പമ്പിലാണ് എണ്ണ അടിച്ചത്. പുതിയ പമ്പാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പ് ഇവിടെ പമ്പൊന്നും ഇല്ലായിരുന്നു. കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നു, ബാത്റൂം കണ്ടിട്ട്. നമ്മൾ പിന്നെ കിട്ടിയെടുത്തൊന്നും അടിച്ചില്ലേ. ഗൈസ് ഫൈനലി വണ്ടിക്കകത്ത് എല്ലാവരും ഇറങ്ങി. സാധനങ്ങൾ, അരി, പച്ചക്കറി, അങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി. വണ്ടി മൊത്തം കുളമാണ്. കഴുകി വൃത്തിയാക്കി എടുക്കണം. ആ രീതിയിലായി. എന്താ ഗതി നോക്കി. നമ്പർ പ്ലേറ്റ് ഉണ്ടോ? നമ്പർ പ്ലേറ്റ് ഒക്കെ മേക്രോ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ലെവലില്ലാത്ത രീതിയിലായി നമ്പർ പ്ലേറ്റ് ഒക്കെ. ഇതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ, അതേ നടക്കുകയുള്ളൂ. ചേട്ടാ ഇതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് എന്തെങ്കിലും വെള്ളം കൊണ്ട് ഇങ്ങനെ കഴുകി വൃത്തിയാക്കുക, അല്ല വേറെ വഴിയില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഒരു പച്ചക്കറി മേടിക്കാനും അങ്ങനെ ഇങ്ങനെ വണ്ടിയിലേക്ക് സാധനം മേടിക്കാൻ പോട്ടെ. ഞാൻ അന്നത്തെ സമയം കൊണ്ട് എഡിറ്റ് ചെയ്യാൻ പോകുന്നു. ഗൈസ് നോക്കൂ, ഫൈനലി ഭക്ഷണം കഴിച്ചു. ഇങ്ങോട്ട് നോക്കി, അഭിരാമി കുളിച്ചു. ഇങ്ങോട്ട് നോക്കൂ, കുളിച്ചു. അങ്ങോട്ട് നോക്കൂ, ദീപുചേട്ടൻ കുളിച്ചു, ഞാനും കുളിച്ചു. ഫൈനലി നമ്മൾ പിന്നെ ഇവിടുന്ന് ഇതുണ്ട്, ഈ കാണുന്ന 170 കിലോമീറ്റർ 3 മണിക്കൂർ 48 മിനിറ്റും. ഗൈസ് ഇങ്ങോട്ട് വന്നാൽ
ഈ ടൗണിൽ മാത്രം കുറച്ച് ആളുണ്ട്. ഈ ടൗണിൽ പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം. നമ്മൾ ഈ ഒരു റൂട്ടിൽ കൂടിയായിരുന്നു വരേണ്ടത്. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ നേരത്തെ ദീപിച്ചാനെ അമിത്തിനെ ഏൽപ്പിച്ചാട്ടോ. ഇവര് ലാഭ വഴി കണ്ടാ എന്തായാലും എന്നാ കിട്ടിയുള്ള സ്ഥലങ്ങൾ കണ്ടില്ലേ ഗൈസ്. നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് വണ്ടി നിർത്തി. ഇതൊരു ധാബയാട്ടോ, രാത്രി വർക്ക് ചെയ്യുന്ന ധാബ. നോക്കിയേ, ഇതേ നൈറ്റ് സർവീസ് ബസ്സുകാരെ ഉദ്ദേശിച്ച് മാത്രം തുറക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇറക്കി അന്നും പാട് ബസ് സ്റ്റാർട്ട് ചെയ്യും. തൊണ്ടേന്ന് ഇറങ്ങാൻ പോലും നമ്മൾ സമ്മതിക്കുന്നില്ല. എത്ര നേരം കാട്ടിക്കൂടെ പോയിട്ട് എങ്ങനെ സ്ഥലം കിട്ടി നമുക്ക്. സത്യം കേട്ടോ. ഇവിടെ ബാത്റൂം ഫെസിലിറ്റി, അതുപോലെ തന്നെ ബാത്റൂം ഫെസിലിറ്റി പറമ്പാവിനെ. ഇതേ ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് വളരെ അത്ഭുതമായ സംഭവം. ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ? വിറകേല്. മുട്ടയും കൊണ്ടുള്ള എന്ത് വിഭവം കേട്ടോ കൂടുതല്. മുട്ടയും കൊണ്ടുണ്ടാക്കും വിഭവം. പോത്തുമല്ലോ, ഒടുക്കത്തെ ചൂടാ. ദൈവമേ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വലിയ മരവാ തള്ളി വിട്ടാക്കുന്നത്. കാടല്ലേ ഇഷ്ടപ്പെട്ട മരത്തിന് മഞ്ഞുണ്ടാവില്ലല്ലോ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ധാബ കാണും. ധാബയല്ല, ഹോട്ടലാ. ഇതെന്നാ സാധനം ദൈവത്തിന് അറിയാലോ പിന്നെ ഇതൊക്കെ എന്നാന്നുള്ളത്. നോക്കിയേ, ആ കാണുന്ന നൈറ്റ് സർവീസ് ബസ്സുകളാണ് മൊത്തം. അപ്പം വരുന്ന വഴിക്ക് ഇത്ര നേരം ഒരു തേങ്ങയും മാങ്ങിയില്ലായിരുന്നു. ഞങ്ങളിത് കണ്ടപ്പം അങ്ങ് നിർത്തി, അങ്ങ് കയറി. ഇതുണ്ട് നമ്മുടെ ബസ് അവിടെ. നമ്മൾ ഫോർ ഇൻഡിക്കേറ്ററും കത്തിച്ച് നിർത്തിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ പോവാം. നമുക്ക് ഇനിയും 3 മണിക്കൂർ യാത്രയാണ്. ഒന്നാമത്തെ ആൾക്കാർ കുറെ പേര് ബില്ല് കൊടുക്കാതെ അങ്ങോട്ട് ഇങ്ങോട്ട് പോകും. ബാബു എന്ന് വിളിക്കുന്നുണ്ട്. നമ്മളവിടെ പാത്രം കണ്ടു വരും. പോവാം. പോയേക്കാം.